വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. 20 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളിൽ അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ നടന്നിട്ടുള്ള എക്സാമുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് കാര്യങ്ങൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ PDF നോട്ടുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2024 ലാസ്റ്റ് ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ള PSCയുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള 2025 നടന്നിട്ടുള്ള എക്സാമുകളിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ LGS എക്സാം നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. 20 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലേ. അപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് ആദ്യത്തെ ചോദ്യം പറയുന്നത്? മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാനായിട്ട് കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചില പദ്ധതികൾ നമ്മൾ നോക്കുന്ന സമയത്ത് റീസെൻ്റ്ലി അല്ലെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവന്ന പദ്ധതികളൊന്നും ആവില്ല. ചിലപ്പോൾ 2012 13 അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ പിന്നുള്ളതായിരിക്കും. പക്ഷെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അതല്ലെങ്കിൽ എന്തായിരിക്കും, എന്തെങ്കിലും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാവും, റീസെൻ്റ്ലി വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്കവിടെ പഠിച്ചു പോവാം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇതിലെ 4 ഓപ്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് പലതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് തന്നെയാണ്. അപ്പൊ അതിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴും പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാനായിട്ട് കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ്. ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ B ആണ് അല്ലെ. യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി എന്താണ് എന്നുള്ളത് തിരിച്ചും മറിച്ചും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഒരു ഭാഗത്തോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ അങ്ങ് പഠിച്ചു പോവാം. അപ്പോൾ അടുത്ത ഭാഗത്തോട്ട് നമ്മൾ പോകുമ്പോൾ വിമുക്തി എന്താണ് പോലുള്ള ഓരോ ക്വസ്റ്റ്യൻസ്, കവചം എന്താണ് എന്നുള്ളത് കൂടെ നമുക്ക് ആ പദ്ധതികൾ അങ്ങ് പഠിച്ചു പോവാം. ലഹരിയുടെ ഗൗരവം ഉയർത്തിക്കാട്ടുന്നതിനും ജനങ്ങളിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ പ്രചരണ പരിപാടിയാണ് ഏത്? വിമുക്തി എന്ന് പറയുന്നത്. വിമുക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. എക്സൈസിന്റെ കേസ് പറയുമ്പോഴും അവിടെയും ഒരു വിമുക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പലതവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് വിമുക്തി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ പറയുന്ന കവചം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ കേരള മുന്നറിയിപ്പ് സംവിധാനമാണ്. കേരള സർക്കാരിന്റെ ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ് ഏത്? ഈ പറയുന്ന കവചം എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്? ഇതുപോലുള്ള എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ്, എന്തിനെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത്? ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ്, പ്രതിസന്ധികൾ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള അപകടങ്ങൾ അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെ ഉള്ളതാണ് ഈ പറയുന്ന സംവിധാനമാണ് കവചം എന്ന് പറയുന്ന സംവിധാനം എന്നുള്ളത് കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ വിമുക്തി എന്താണ്, കവചം എന്താണ് എന്നുള്ളത് അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് എഗെയിൻ ഒരു പദ്ധതി അല്ലെങ്കിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിലും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു കോഡ് വെച്ച് തന്നെ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത്? വിദ്യാസമുന്നതി എന്ന് പറയുന്നതാണ്. വിദ്യാസമുന്നതി എന്നുള്ളതാണ് ഈ
ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്കോളർഷിപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ വിദ്യാസമുന്നതിയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. മുന്നാക്ക സമുദായം എന്ന് പറയുമ്പോൾ മുന്നാക്ക, അതുപോലെ തന്നെ മുന്നതി, സമുന്നതി, ആ കണക്ട് ചെയ്തുകൊണ്ട് ആ പ്രാസം ഒപ്പിച്ചുകൊണ്ട് അങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ ആരുടെ കീഴിലാണ് ഇത് വരുന്നത്? കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് കീഴിൽ വരുന്ന അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ വിദ്യാസമുന്നതി, മുന്നാക്ക സമുദായം എന്നുള്ളത് ആ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ തിരിച്ചു നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് വരാറുണ്ട്. ഈ പറയുന്ന വിദ്യാസമുന്നതി എന്ന് പറയുന്ന പ്രൊജക്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തിരിച്ചും മറിച്ചും അതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കാം എന്നുള്ള ടൈപ്പ് അവിടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ നോക്കുമ്പോൾ, ബാക്കിയുള്ള പദ്ധതികൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ സ്നേഹസ്പർശം, അതുപോലെ തന്നെ സ്നേഹപൂർവ്വം പദ്ധതിയൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്? അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ സഹായിക്കുന്നതുമായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഈ പറയുന്ന സ്നേഹസ്പർശം എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ തന്നെ സ്നേഹപൂർവ്വം, രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികളാണ്. പലതവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്നേഹപൂർവ്വം എന്ന് വെച്ചാൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ മരിച്ചു പോവുകയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് എന്താണ് ഈ കുട്ടീനെ സംരക്ഷിക്കുന്നതിനുള്ള ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ കുട്ടീനെ സംരക്ഷിക്കുന്നതിനൊരു കഴിവില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ രണ്ട് പ്രൊജക്ടുകളും രണ്ട് പദ്ധതികളും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത പദ്ധതി നമ്മൾ നോക്കുമ്പോൾ വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ്? ഓപ്ഷനിലുള്ള 4 ഓപ്ഷൻസ് നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. അപ്പൊ വിദ്യാകിരണം എന്താണ്? വികലാംഗ മാതാപിതാക്കളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് ഈ പറയുന്ന വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി എന്നുള്ളത് കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. സാമൂഹ്യ നീതി വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 4 പദ്ധതികൾ, ഓപ്ഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻസ് എന്താണ് ഓരോ ഓപ്ഷനിലും പറയുന്നത്, അത് പ്രത്യേകിച്ച് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പഠിച്ചു വെക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നൈലഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റോൺ ഏജ്, അതിന് മുന്നുള്ള കാലഘട്ടവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു എവിഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ഏത് സൗത്ത് ആഫ്രിക്കയിലെ ഏത് ഗുഹയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതാണ് വരുന്നത്? റൈസിംഗ് സ്റ്റാർ കേവ് എന്ന് പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് നോക്കി പോകുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോക്സുകളിലും കാര്യങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ പറയുന്ന റൈസിംഗ് സ്റ്റാർ കേവ്, സൗത്ത് ആഫ്രിക്കയിലെ റൈസിംഗ് സ്റ്റാർ കേവ് എന്ന് പറയുന്ന കേവിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, റൈസിംഗ് സ്റ്റാർ കേവ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമൻ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് താഴെ പറയുന്നതിൽ ആരെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന ആരെയാണ് വിശേഷിപ്പിച്ചത്? നമ്മുടെ സുനിത വില്യംസിന്റെ ആ മിഷനുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ ആ ഒരു IS Crew 9 എന്ന് പറയുന്ന മിഷനുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ആയിരുന്നു അല്ലെ. ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സുനിത വില്യംസിനെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുമായി പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് നമ്മുടെ ആ ഒരു ഉത്തരത്തിന്റെ ആൻസർ വരുന്നത്? ആരാണ്? ഓപ്ഷൻ സി ആണ്, രാംനാഥ് കോവിന്ദ് ആയിരുന്നു എന്നുള്ളത് കൂടെ ഓർമ്മിച്ചേക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പഠിച്ചു വെക്കാം. ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട
ആശയം ഏതായിരുന്നു എന്നുള്ളത് തിരിച്ചൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നത്. അപ്പൊ എന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണ് നമ്മളെ സമ്മതിദായക ദിനമായിട്ട് അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്നാണ്? ജാനുവരി ആണല്ലേ. ജാനുവരി 25-നാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 2025 നാഷണൽ വോട്ടേഴ്സ് ഡേന്റെ തീം എന്താണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കാം. അപ്പോൾ 2025 നമ്മുടെ ഈ പറയുന്ന നാഷണൽ വോട്ടേഴ്സ് ഡേന്റെ തീം എന്താണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. നത്തിങ് ലൈക്ക് വോട്ട്, ഐ വോട്ട് ഫോർ ഷുവർ. ഓക്കെ, വോട്ട് പോലെ മറ്റൊന്നുമില്ല, ഞാൻ എന്തായാലും വോട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് 2025 നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേന്റെ പ്രമേയമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇമ്പോർട്ടന്റ് ഡേയ്സ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പഠിച്ചു വെക്കാനുണ്ട്. ജ്ഞാനേഷ് കുമാർ ആരാണ് എന്നുള്ള കാര്യം. ആരാണ് ജ്ഞാനേഷ് കുമാർ? ജ്ഞാനേഷ് കുമാറിനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? നാഷണൽ കമ്മീഷണർ ആണ്. നാഷണൽ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി അത് കേരളത്തിന്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഷാജഹാൻ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ 2025-26 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ എത്ര കാർഷിക ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളെയാണ് ഈ പറയുന്ന ഇറിഗേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നൽകിയും കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിനായിട്ട് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു PM ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള എത്ര ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്, 100 ജില്ലകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ റീസെന്റ് നടന്ന എക്സാമിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2025-26 കേന്ദ്ര ബജറ്റിന്റെ തീം എന്തായിരുന്നു എന്നുള്ള കാര്യം. എന്താണ്? സബ്കാ വികാസ് എന്നുള്ളതാണ് കേട്ടോ. സബ്കാ വികാസ് എന്ന് പറയുന്നതാണ് 25-26 കേന്ദ്ര ബജറ്റിന്റെ തീമായിട്ട് വരുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സബ്കാ വികാസ് എന്ന് പറയുന്നതാണ് തീമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. നമ്മുടെ ഈ പറയുന്ന ഇൻഡെക്സുകൾ പഠിക്കുമ്പോൾ, റാങ്കിങ്ങുകൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റാങ്കിങ് ആണ് നീതി ആയോഗിന്റെ റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് 2025 നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക പ്രകാരം മുന്നിൽ നിൽക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? നമ്മുടെ ഒഡീഷയാണ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ എങ്ങാനും ഓപ്ഷനിൽ കേരളമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും പോയി മാർക്ക് ചെയ്യരുത്. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ 2025 ഒഡീഷയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് അവിടെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നീതി ആയോഗിന്റെ പറയുന്ന ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ CEO ആരാണ്? ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ചെയർമാനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നരേന്ദ്രമോദിയാണ് നിലവിൽ. അതുപോലെ തന്നെ സിഇഒന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നിലവിൽ നമ്മുടെ നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത് ആരാണ്? സുമൻ ബെറി ആണ് കേട്ടോ. സുമൻ ബെറി ആണ് CEO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈസ് ചെയർമാൻ നമ്മൾ പറയുന്ന സമയത്ത് BVR ആണ്, BVR സുബ്രഹ്മണ്യമാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ്. 2 തവണ ഒന്നിൽ കൂടുതൽ തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ പറയുന്ന വെന്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ 2024 ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ഏത് രാജ്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്? നമ്മുടെ സൗദി അറേബ്യ ആണ്. സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ടായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനാചരണം നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ
കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ജൂൺ 5, ഓക്കെ, ജൂൺ 5 2025 നമ്മുടെ പരിസ്ഥിതി ദിനത്തിന്റെ തീം നിങ്ങൾ ഇവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. റീസെന്റ് നടന്ന ഒരു എക്സാമ്പിൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നതാണ് കേട്ടോ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നതാണ് 2025 തീമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ്, അതിന്റെ തീമുകൾ, കാര്യങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ജീവിതശൈലി ആപ്പ് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് എന്നുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണെങ്കിൽ, ആപ്പിന്റെ പേരാണെങ്കിലും പദ്ധതിയുടെ പേരാണെങ്കിലും വളരെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയാണ് കേട്ടോ. അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആപ്പ് ഏതാണ് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഏതാണ്? ശൈലി എന്ന് പറയുന്ന ആപ്പാണ്. ഓക്കെ, ശൈലി എന്ന് പറയുന്ന ആപ്പാണ് ആ പദ്ധതി, അല്ലെങ്കിൽ ആ ഒരു ആപ്പിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നല്ല ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശൈലി എന്ന് പറയുന്ന ആപ്പാണ്. രോഗനിർണയത്തിലും നിയന്ത്രണത്തിനും ആദ്യമായിട്ട് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ശൈലി എന്ന് പറയുന്ന ആപ്പ്. അപ്പൊ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ് വരുന്നത്? കേരള സംസ്ഥാനത്തിന്റെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് അല്ലെ. ആർലേക്കർ എന്ന് മാത്രമെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എന്നുള്ളതാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം അവാർഡുകൾ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ONV പുരസ്കാരം ആയിക്കോട്ടെ, എഴുത്തച്ഛൻ പുരസ്കാരം ആയിക്കോട്ടെ, നാഷണൽ ലെവലിൽ നിൽക്കുന്ന പുരസ്കാരങ്ങളായിക്കോട്ടെ, സ്പോർട്സ് ലെവലിലുള്ള പുരസ്കാരങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. നൊബേലുകൾ, അതുപോലെ തന്നെ ഫിലിം അവാർഡുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? NS മാധവൻ ആയിരുന്നു അല്ലെ. NS മാധവനാണ് 2024 പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. അപ്പോ 25 ആരായിരുന്നു? 25 KG ശങ്കരപിള്ളയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് NS മാധവനാണ്. 33ാമത്, ഇനിയിപ്പോ വർഷം തരാതെ, ഓക്കെ, വർഷം തരാതെ 33ാമത് ഈ പറയുന്ന അവാർഡിന് അർഹനായത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്ന രീതിയിൽ ചോദിക്കാം. അപ്പൊ ആരാണ്? KG ശങ്കരപിള്ളയാണ്. 25ലെയും 24ലെയും അവാർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ എന്തായാലും എക്സാമിന് മുന്നേ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ റീസെന്റ് നടക്കുന്ന എക്സാമുകളിൽ വളരെയധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓരോ തലങ്ങളിലും ആരാണ് ഇരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. ചില എക്സാമുകളിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു സെയിം ഭാഗത്ത് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പൊ നിലവില് ആരാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തൊഴില്, വിദ്യാഭ്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാ വരുന്നത്? ശിവൻകുട്ടിയാണ് അല്ലെ. എഡ്യൂക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ലേബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ശിവൻകുട്ടിയാണ് എന്നുള്ള കാര്യം ഇവിടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ സജി ചെറിയാൻ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സജി ചെറിയാൻ ആരാണ് എന്നുള്ളതിൽ ഏത് മിനിസ്റ്റർ ആണ് എന്നുള്ളത്? യൂത്ത് അഫേഴ്സ്. ഓക്കെ, യൂത്ത് അഫേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫിഷറീസ്. ഓക്കെ, ഫിഷറീസ് ചിലപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒക്കെയാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ ഓരോ മിനിസ്റ്റേഴ്സും ഏതൊക്കെ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഫിഷറീസ് പോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? നമ്മുടെ സജി ചെറിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ചിഞ്ചു റാണിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന മിനിസ്റ്റർ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിവിടെ വാസവനെ നോക്കുന്ന സമയത്ത് ദേവസ്വം, അതുപോലെ തന്നെ പോർട്സ് പോലുള്ള കാര്യം, കോർപ്പറേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം VN വാസവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ K രാജനെ നോക്കുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന
ഹൗസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മിനിസ്റ്ററാണ് ആര്? കെ രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരള മിനിസ്റ്റേഴ്സ് ആ പറയുന്ന ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതെന്തായാലും അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. എക്സാമിന് മുന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വെക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് നമുക്ക്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് വരുന്നത്? നമ്മുടെ കിരൺ റിജിജു ആണ് അല്ലെ. കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എന്നുള്ള കാര്യം ഇവിടെ നോട്ട് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റീസെന്റ് വരുന്ന അപ്ഡേഷൻസ് എപ്പോഴും എക്സാമിന് മുന്നായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിനും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ECI വിജിൽ, അതുപോലെ തന്നെ വിജിൽ തന്നിട്ടുണ്ട്, C വിജിൽ തന്നിട്ടുണ്ട്, KYC തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളെ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിനുള്ള ഒരു ആപ്പാണ്. അപ്പൊ ഏതാണ് അതിന്റെ ഉത്തരം വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് വരുന്നത്. അപ്പൊ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ LGS നമുക്കറിയാം, LGSന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. 20 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുകളിൽ, അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ നടന്നിട്ടുള്ള എക്സാമുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് കാര്യങ്ങൾ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, മെന്റർഷിപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ PDF നോട്ടുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറീസ് കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിലുള്ള കമന്റും ആൻസറും നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ബേസിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ തന്നെ ഫ്രീ ടെലഗ്രാം ചാനലുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ ഡെയിലി അപ്ഡേഷൻസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഡെയിലി വരുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ പോളുകളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ചും കാര്യങ്ങൾക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടും കോൺടാക്ട് ചെയ്യുക കേട്ടോ. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ താങ്ക് യു.